ക്രിസ്തുവിൽ എന്നെ ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, റോമൻ ആരാധന ക്രമവത്സരത്തിലെ ആണ്ടുവട്ടത്തിലെ 27ാം ഞായറിലാണ് നമ്മളായിരിക്കുക. തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുക വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 2 മുതൽ 16 വരെയുള്ള വചനഭാഗമാണ്. ഫരിസേയർ അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അറിയാനായി ചോദിക്കുന്നതും അരിഞ്ഞു വീഴ്ത്താനായി ചോദിക്കുന്നതും തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് പലയിടങ്ങളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഫരിസേയരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? ഈശോ അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഈ സുവിശേഷത്തിൻ്റെയും സന്ദർഭം മറ്റൊന്നല്ല. ഈശോയെ വാക്കിൽ കുടുക്കാൻ, ഈശോയുടെ മറുപടിയിൽ വരുന്ന പിഴവിനെ ഉപയോഗിക്കാനായി അവസരം പാർത്തിരുന്ന ഫരിസേയരുടെ ദുഷ്ടലാക്കിനെ കൃത്യമായിട്ട് ഈശോ മനസ്സിലാക്കുന്നുണ്ട്. സീനായ് മലയിൽ വെച്ച് ദൈവത്തിൽ നിന്നും ദൈവകൽപ്പനകൾ സ്വീകരിച്ച നിയമദാതാവായ മോശയിലും മോശ നൽകിയ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ ഹൃദയം കൊണ്ട് അഹങ്കരിച്ചിരുന്ന വ്യക്തികളായിരുന്നു ഫരിസേയർ. അതുകൊണ്ട് തന്നെ മോശയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈശോ മറുപടി നൽകുക. നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ അപ്രകാരം ഒരു നിയമം നൽകിയത്. എന്തായിരുന്നു ഫരിസേയരുടെ ഹൃദയ കാഠിന്യം? ഈശോയാകുന്ന നന്മയെ, ഈശോ ചെയ്യുന്ന സൽകൃത്യങ്ങളെ, ഈശോയിലൂടെ നൽകപ്പെട്ട കൃപകളെ അസൂയ കൊണ്ടും അഹങ്കാരം കൊണ്ടും അംഗീകരിക്കാൻ പറ്റാത്ത മാനസിക അവസ്ഥയാണ് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്ന ഹൃദയ കാഠിന്യം. അസൂയ കൊണ്ട് ഈശോയെ ഒരു ഭീഷണിയായി കണ്ടിരുന്ന ഫരിസേയർക്ക് ഒരിക്കലും ഈശോയുടെ വചസ്സുകളിലുള്ള നന്മയെയും ഉൾക്കൊള്ളാൻ സാധിക്കുമായിരുന്നില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈശോയുടെ മറുപടി. ഈശോ ഫരിസേയർക്ക് നൽകിയ മറുപടിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗത്തെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാം. അത് ഇപ്രകാരമാണ്: ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹമെന്ന കുദാശയിലെ ഏറ്റവും സുന്ദരമായ ആശീർവാദമാണിത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹദിനത്തിൽ വധൂവരന്മാർ പരസ്പരം ഏറ്റുചൊല്ലുന്ന പ്രതിജ്ഞ ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളെ എൻ്റെ ഭാര്യയായി ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ നിമിഷം മുതൽ മരണം നമ്മെ വേർപെടുത്തും വരെ സന്തോഷത്തിലും സന്താപത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മരണം വരെ നീണ്ടു നിൽക്കുന്ന, ഒരിക്കലും വേർപെടുത്തപ്പെടാത്ത ബന്ധം വിവാഹമാണെന്ന് വളരെ സുന്ദരമായി ഈശോ
പറഞ്ഞു വയ്ക്കുകയാണ്. വിവാഹമെന്ന കുദാശയുടെ അവിഭാജ്യതയെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം സുവിശേഷം ശിശുക്കളെ അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുക. ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ എപ്രകാരമാണ് കുഞ്ഞുങ്ങൾ ആശീർവദിക്കപ്പെടുക, അനുഗ്രഹിക്കപ്പെടുക? നിറവുള്ള, വർണ്ണങ്ങളുള്ള ഒരു ബാല്യം ഒരു കുഞ്ഞിന്, ഒരു മകന്, ഒരു മകൾക്ക് എപ്രകാരമാണ് സംലഭ്യമാകുക? അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും കരുതലിൻ്റെയും പശ്ചാത്തലത്തിലാണ് ശിശുക്കൾ ഭവനത്തിൽ മകനും മകളുമൊക്കെ ആശീർവദിക്കപ്പെടുക. വിവാഹമെന്ന കൂദാശയിൽ ലഭിച്ച ദൈവത്തിൻ്റെ കൃപയാൽ രൂപപ്പെടുന്ന കുടുംബങ്ങളിൽ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പരസ്പര സ്നേഹവും വിശ്വസ്തതയും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണെന്ന് ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. വിവാഹത്തിൻ്റെ അവിഭാജ്യത ഈ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും നേരായിട്ടുള്ള പ്രതിഫലനം തന്നെയാണ്. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തന ഭാഗം 128 സങ്കീർത്തന ഭാഗമാണ്. അതിപ്രകാരമാണ്: നമ്മുടെ ആയുഷ്കാലം അത്രയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിൻ്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. നിൻ്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്കു ചുറ്റും ഒലിവു തൈകൾ പോലെയും. ആയുഷ്കാലമത്രയും, ഒരു ജീവിതം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു പശ്ചാത്തലം, ഒരു ജീവിതം മുഴുവൻ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ഐക്യത്തോടുകൂടെ ജീവിച്ചു തീർക്കുന്ന സുന്ദരമായ ഒരു ബന്ധം വിവാഹം. പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ജീവിക്കുന്ന അപ്പച്ചനിലൂടെയും അമ്മച്ചിയിലൂടെയുമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളും കുടുംബത്തിൽ ഉള്ള മക്കളുമൊക്കെ അനുഗ്രഹിക്കപ്പെടുക. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ പറുദീസായിൽ തമ്പുരാൻ രൂപം കൊടുത്ത കുടുംബത്തിന് സംഭവിച്ച അപകടം നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കും. ദൈവത്തിൻ്റെ വാക്കിനെ ധിക്കരിച്ച് വിലക്കപ്പെട്ട കനി അവർ ഭക്ഷിച്ചു. പരസ്പരം കുറ്റപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് അവർ തരം താണു. അതവിടെ അവസാനിച്ചില്ല. മകനെ കൊല്ലുന്ന അവസ്ഥ, ചേട്ടൻ അനുജനെ കശാപ്പ് ചെയ്യുന്ന അവസ്ഥ ആ കുടുംബത്തിൽ രൂപപ്പെട്ടു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചുകൊണ്ട് വിവാഹമെന്ന ബന്ധത്തെ ജീവിക്കുവാൻ നമ്മുടെ ദമ്പതിമാർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.